നന്നായി വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ നല്ല പൊരിച്ച കൊയിൻ്റെ ബിരിയാണി. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി കഴുകിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലോർ, കാശ്മീരി മുളക് പൊടി, തൈര് എന്നിവ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് വരെ മൂടി വയ്ക്കാം. ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇനിയൊരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച ശേഷം ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്യിൽ എണ്ണ തെറിക്കില്ല കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടി ഒന്ന് വെന്ത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനായി കുറച്ച് എണ്ണ മാറ്റി വെച്ച് ഈ സെയിം പാൻ തന്നെ എടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ഏലവും പട്ടയും ഗ്രാമ്പുവും ബേ ലീഫും പെരുംജീരകവും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഇതിലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നീളത്തിലരിഞ്ഞ് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി തക്കാളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. മസാലയിൽ ഈ പൊടികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെടുത്ത പാത്രം ഒന്ന് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനായിട്ട് ആ വലിയ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മസാല അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പും ഇട്ട് മസാല റെഡിയാക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. കുക്കറിൽ നെയ്യ് ഒഴിച്ച് ഏലം, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പെരുംജീരകം എന്നിവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കഴുകി ഊറ്റി അരിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ചേർത്ത് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറച്ച് അധികം തോന്നണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ റൈസ് റെഡിയാവും. 10 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം മാത്രം തുറക്കാം. ഇനി ഇതിലേക്ക് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ചേർക്കാം. ഇനിയൊരു വാഴയില ചൂടാക്കി അതിൽ മസാല വെച്ച് ചോറ് കൊണ്ടൊന്ന് മസാലയെ പുതപ്പിച്ചെടുക്കാം. സൈഡിലായി കുറച്ച് കച്ചമ്പറും ചമ്മന്തിയും വെച്ച് കൊടുക്കാം. അച്ചാറും വെക്കാം. ഞാനിവിടെ അച്ചാർ വെച്ചിട്ടില്ല. പിന്നെ ഇതൊന്ന് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാം. ഈ പൊതി ഞാനൊരു പാത്രത്തിൽ അടച്ചു വെക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ആ പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല വാട്ടിയ ഇലയുടെയും മസാലയുടെയും മണം മുറിയാകെ പടരും. നമ്മുടെ സാധാരണ തിന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.